ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ബി എസ് സിയുടെ മറ്റൊരു LP-UP ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാളത്തെക്കുറിച്ച് എന്തൊക്കെ ധാരണകളാണ് ലഭിക്കുന്നത്, 1-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് എന്തൊക്കെ ലഭിക്കുന്നു എന്നതാണ് നോക്കുന്നത്. 1-ാം ക്ലാസ് പൂർത്തിയാകുന്നതോടെ തെറ്റുകൂടാതെ ചെറുവാക്യങ്ങൾ സ്വന്തമായി എഴുതാനും ലഘു ബാലസാഹിത്യ കൃതികളും മറ്റു വായനാ സാമഗ്രികളും വായിക്കാനും കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എഴുതാനും വായിക്കാനുമുള്ള കഴിവ് നേടുന്നതിന് സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ, ചില്ലുകൾ, യോജിപ്പിച്ചെഴുതാവുന്ന കൂട്ടക്ഷരങ്ങൾ, ചന്ദ്രക്കലയിട്ട് ഇണക്കി എഴുതാവുന്ന കൂട്ടക്ഷരങ്ങൾ, ഉപചിഹ്നങ്ങൾ എന്നിവ പഠിക്കുന്നുണ്ട്. കുറച്ച് കൂട്ടക്ഷരങ്ങൾ ഒഴികെയുള്ള എല്ലാ ലിപികളും 1-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും കുട്ടി പരിചയപ്പെടുകയും അവ ഉപയോഗിച്ച് എഴുതാനും വായിക്കാനുമുള്ള കഴിവ് ആർജിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഇനി അക്ഷരം പരിചയപ്പെടുന്ന രീതിയാണ്. എഴുത്തിലും വായനയിലും കൂടുതലായി ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ആദ്യ പരിഗണന നൽകുന്നത്. ഓരോ പാഠത്തിലും ഊന്നൽ നൽകുന്ന ലിപികൾ ചെറുവാക്യങ്ങളിൽ ഉൾപ്പെടുത്തി ഒരു ആശയവുമായി ബന്ധിപ്പിച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഓരോ അക്ഷരത്തിൻ്റെയും എഴുത്ത് രീതി അഥവാ ഘടന, ഉച്ചാരണം എന്നിവ വ്യക്തമാക്കുന്ന വിധത്തിൽ അക്ഷരം പരിചയപ്പെടുത്തും. അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും വിവിധ സന്ദർഭങ്ങളിലെ സ്വാഭാവിക ആവർത്തനത്തിനുള്ള സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അക്ഷരങ്ങൾ ഉറയ്ക്കുന്നതിന് 1-ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് സഹായകമാണ്. 1-ാമത്തെ പാഠത്തിൽ പരിചയപ്പെടുന്ന അക്ഷരങ്ങൾ തുടർന്നുള്ള പാഠങ്ങളിൽ വീണ്ടും വരത്തക്ക വിധമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പറവ, അത് തന്നെ ഈ പറവ എന്നീ അക്ഷരങ്ങൾ വരുന്ന ചാപ്റ്ററുകളിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കത് അങ്ങനെ തന്നെ പഠിക്കാൻ കഴിയുന്നുണ്ട്. ഓരോ പീരീഡിലും അക്ഷരങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നതിന് സഹായകമായ ലേഖന പ്രക്രിയകളും വായനാ പ്രവർത്തനവുമാണ് ഉള്ളത്. അതനുസരിച്ചാണ് ടീച്ചിങ് മാനുവൽ 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ വ്യക്തിഗത ശ്രദ്ധ കൂടുതലായിട്ട് നൽകണം. അതുകൊണ്ട് തന്നെ 2 പീരീഡുകൾ ചേർത്തുള്ള ഒരു ഭാഷാ ക്ലാസ്സാണ് 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകുന്നത്. കൂടാതെ 2023-24 നടപ്പിലാക്കിയ സംയുക്ത ഡയറി എന്നൊരു സമ്പ്രദായമുണ്ട്. സംയുക്ത ഡയറി സമ്പ്രദായം കുട്ടിക്ക് തുടർ പ്രവർത്തനത്തിന് സഹായിയാണ്. അപ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് തുടർ പ്രവർത്തന സഹായിയാണ് സംയുക്ത ഡയറി.